റാഗിങ് എന്താണെന്നും ഇപ്പോൾ നടക്കുന്ന റാഗിങ് എന്ന് പറയുന്നതൊന്നും റാഗിങ് അല്ലെന്നും അത് മനുഷ്യത്വമില്ലാത്ത കൊടും ക്രൂരതയാണെന്നും തിരിച്ചറിയേണ്ടത് നമ്മുടെ മലയാളി യുവതയുടെ അടിയന്തര കാര്യമാണ്. നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുന്ന ഒരു കാര്യമാണ് എന്താണ് റാഗിങ്, എന്താണ് റാഗിങ് അല്ലാത്തത് എന്ന് തിരിച്ചറിയേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇതേപ്പറ്റി ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ സിദ്ധാർത്ഥൻ്റെ മരണത്തോടനുബന്ധിച്ച് വയനാട്ടിലെ പൂക്കോട്ട് കോളേജിൽ നടന്ന സംഭവങ്ങൾ അതിക്രൂരമായ, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കുറ്റകൃത്യം. ഇത് റാഗിങ് അല്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ സ്റ്റോറി പറയുന്നുണ്ട്. ഈ വിഷയം പുതിയതല്ല. ഈ വിഷയം സിനിമകളിൽ വലിയ പ്രമേയങ്ങളായിട്ട് വന്നിട്ടുണ്ട്, മലയാളത്തിൽ ഉൾപ്പെടെ. മലയാളത്തിലെ പല സിനിമകളിലും റാഗിങ്, കോളേജ് ക്യാമ്പസ് ലൈഫ് പറയുന്നത് റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊരു തമാശയായിട്ടൊരു കോമഡി ആയിട്ടൊക്കെ ആസ്വദിക്കുന്ന രൂപത്തിൽ അത് പോകും. പക്ഷെ റാഗിങ്ങിൻ്റെ കോർ ഇഷ്യൂസ് എന്തല്ല റാഗിങ് എന്നുള്ളതിൻ്റെ കോർ ഇഷ്യൂസ് ചർച്ച ചെയ്ത ഒന്ന് രണ്ട് മലയാള സിനിമകളുണ്ട്. അതേപറ്റി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കമൻസും വരുന്നുണ്ട്. ഈ പലതും വളരെ ഉപരിപ്ലവമായ റാഗിങ് സീനുകൾ സിനിമകളിൽ വന്നിട്ടുണ്ട്, മലയാള സിനിമകളിൽ. അത് ഞങ്ങൾ വിടുന്നു. ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് അതിനെ സമീപിച്ച ഒരു ചിത്രത്തെ പറ്റി, സിനിമയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അമൃതം ഗമയ, മികച്ച സംവിധായകൻ, മലയാളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായ ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമ. കഥ, തിരക്കഥ, സംഭാഷണം, രചന മുഴുവൻ MD വാസുദേവൻ നായർ. മലയാള സിനിമയിലെ തിരക്കഥാരചനയുടെ കുലപതി എന്ന് പറയാവുന്ന MD. അപ്പൊ MDയും ഹരിഹരനും ചേർന്നാൽ അത് വിസ്മയമാകും. പല സിനിമകളും, ഇപ്പൊ വടക്കൻ വീരഗാഥ പോലെ പല സിനിമകളുണ്ട്, എല്ലാം ഇവിടെ പറയുന്നില്ല, സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മോഹൻലാലിന്റെ PK ഹരിദാസ് എന്ന കഥാപാത്രം, പാർവതിയുടെ CP ശ്രീദേവി എന്ന കഥാപാത്രം, അതേപോലെ ഇളയതായിട്ട് അഭിനയിച്ച തകർത്ത ബാബു നമ്പൂതിരി, കുടുംബനാഥനായിട്ട് വന്ന് ഈ ആഢ്യത്വം കാണിച്ചു പോയ തിലകന്റെ കഥാപാത്രം, വിനീത്, ദുരന്ത നായകനായിട്ട് മാറിയ വിനീത്, മെഡിക്കൽ വിദ്യാർത്ഥി, ഈ പറയുന്ന സിദ്ധാർത്ഥനെ പോലെ. ഇത് പാർവതിയുടെ റോള് നമുക്കെല്ലാവർക്കും അറിയാം. വിനീത് ചെയ്ത ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തിന്റെ ഇളയ സഹോദരി. ഇത് അതിൻ്റെ ഒരു പ്ലോട്ടാണ് പറഞ്ഞത്. അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ വിശദീകരിച്ച് പറയുന്നില്ല. ആ പ്ലോട്ടിൽ നമ്മൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇനി കാണാത്ത നമ്മുടെ ചെറുപ്പക്കാരുണ്ടെങ്കിൽ, നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും, ക്യാമ്പസിൽ പഠിക്കുന്നവർ, ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു 2.25 മണിക്കൂറിലധികം ഈ സിനിമയുണ്ട്. യൂട്യൂബിൽ അത് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഒന്ന് കണ്ടു നോക്കുക. റാഗിങ് എന്തല്ലെന്നും റാഗിങ് ശരിക്കും എന്താണെന്നും തിരിച്ചറിയാവുന്ന ഒരു സിനിമ. അതിൻ്റെ പ്ലോട്ട് കൂടുതൽ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇതിനകത്ത് ഇതിൻ്റെ പ്രമേയം ഒരു 2 സെന്റൻസ് പറഞ്ഞ ഇതാണ്. അതായത് യൗവനത്തിളപ്പിൽ പറ്റിപ്പോയ ഒരബദ്ധം. മോഹൻലാലിന്റെ ഹരിദാസ് എന്ന കഥാപാത്രത്തിന്, മെഡിക്കൽ വിദ്യാർത്ഥിക്ക് പറ്റിപ്പോയ ഒരബദ്ധം. ഹാർട്ട് പേഷ്യൻ്റായ ഉണ്ണി എന്ന് പറയുന്ന പുതിയ മെഡിക്കൽ വിദ്യാർത്ഥിയെ, ജൂനിയറെ പീഡിപ്പിച്ച് ആ ഉണ്ണി മരണപ്പെടുന്ന ആ ഒരു സംഭവമാണ് ആ പ്രമേയം സിനിമയിൽ. അറിയാമല്ലോ, ഇപ്പോൾ ഈ വയനാട്ടിൽ നടന്നതുപോലെ. അപ്പോൾ യൗവനത്തിളപ്പിൽ പറ്റിപ്പോയൊരബദ്ധം ജീവിതം മുഴുവൻ വേട്ടയാടുന്ന ഒരു യുവ ഡോക്ടറുടെ ആ നീറിപ്പുകയുന്ന ഓർമ്മകളും, പിന്നെ യാദൃച്ഛികമായിട്ട് ഈ ഉണ്ണിയുടെ പെങ്ങളായിട്ട് വന്ന് പരിചയപ്പെടുന്ന പാർവതിയുടെ കഥാപാത്രം ശ്രീദേവിയും, ഇങ്ങനെ പിന്നെ മുറപ്പെണ്ണായിട്ട് വരുന്ന കഥാപാത്രം, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഓരോരുത്തരും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് സത്യം പറഞ്ഞ അമൃതം ഗമയ. ഇതൊരു പാഠമാണ്. നമ്മുടെ കുറ്റബോധം, അതിൻ്റെ മൂർച്ച, ഒരാളെ ചെയ്തു പോയൊരു തെറ്റിനെ എങ്ങനെ വേട്ടയാടുന്നു എന്നുള്ളത്. ഇപ്പൊ 18ഓളം പ്രതികൾ ഈ കേസിലുണ്ട്, വയനാട്ടിലെ ഈ പൂക്കോട് കോളേജിലെ സംഭവത്തിൽ. ഈ 18 പ്രതികളെല്ലാം ചെറുപ്പക്കാരായി, പറഞ്ഞ പോലെ യൗവനത്തിളപ്പിന്റെ യുവരക്തത്തിന്റെ ആൾക്കാരാണ്. ഇവരുടെ ജീവിതം, ഭാവി ജീവിതം, കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ നടപടികൾ, ഇവരുടെ ജീവിതം ഇവരെ എങ്ങനെ വേട്ടയാടുന്നു എന്ന് നമ്മൾ മുൻകൂട്ടി കാണും. അതിൽ എത്ര പേര് അതിനെ അതിജീവിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇനി ഇതിന്
പേരിട്ടത് അമൃതംഗമയ എന്ന പേരിടാൻ, ഇങ്ങനൊരു സംസ്കൃത പേര് ഇതിനകത്ത് ഇട്ടിട്ട് ഈ സിനിമ ഹിറ്റാകുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അതതിന് ഏറ്റവും ആപ്റ്റ് ടൈറ്റിലായിരുന്നു ആ സിനിമയ്ക്ക്, അമൃതംഗമയ. ഈ 87 ഇറങ്ങിയ ഈ സിനിമയ്ക്ക് വളരെ പ്രശസ്തമായ ഉപനിഷത്തുകളിൽ ഒന്നായ ബൃഹദാരണ്യക ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ് അതിനുവേണ്ടി പേരായിട്ടെടുത്തത്. അതിലെ 2 വാചകം അമൃതംഗമയ. ആ ശ്ലോകം പൂർണ്ണമായിട്ട് അതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതംഗമയ, ഓം ശാന്തി ശാന്തി ശാന്തി. ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലയോ പരമപ്രകാശമേന്നാണ്. അസത്യത്തിൻ്റെ മായയിൽ നിന്ന്, ഇല്യൂഷൻ മായയിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്കും, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ പ്രകാശത്തിലേക്കും, അതാണ് ലൈറ്റ്, അറിവിൻ്റെ അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണഭയത്തിൽ നിന്ന്, ഡെത്ത് ഫിയർ, മരണഭയത്തിൽ നിന്ന് അമരത്വത്തിൻ്റെ, ഇമ്മോർട്ടൽ, മരണമില്ലാത്ത ലോകം, അമരത്വത്തിൻ്റെ ആ ലോകത്തേക്കും പരിവർത്തനപ്പെടുത്തി ഇവിടം ശാന്തമാക്കിയാലും ലോകത്തിൽ ശാന്തി നിറയട്ടെ, എല്ലാം ശാന്തമാകട്ടെ. ഇതാണ്, ഈ ശ്ലോകത്തിൽ നിന്നാണ് ആ സിനിമയ്ക്ക് അമൃതംഗമയ എന്ന പേര് ഇട്ടത്. എത്രയോ യോജിച്ച ഒരു പേര്, ആ സിനിമയുടെ പ്രമേയമായിട്ട് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പേരും ആ സിനിമയും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ റാഗിങ് കാലത്ത്, റാഗിങ് ക്രൂരതകളുടെ കഥകൾ നിറയുന്ന, വാർത്തകളിൽ കഥകളുണ്ട്. അതിപ്പോൾ ഓരോന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പൂക്കോട്ട് നടന്ന ഈ സംഭവത്തിൽ പോലും വാർത്തകൾക്കിടയിൽ കഥകൾ മെനയുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പം നമ്മളിവിടെ പറയുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം, പ്രത്യേക ടീം അന്വേഷിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയായി നമ്മൾ അമൃതംഗമയെ കാണുക. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അത് സിനിമയല്ല, സിനിമയായിട്ടുമില്ല. നാളെ സിനിമയാകുമോ എന്ന് നമുക്ക് അറിയില്ല. എൻ്റെ അറിവിൽ സിനിമയായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അടുത്ത കാലത്ത് ഒരു മാധ്യമപ്രവർത്തകനെ ഒരു IAS ഓഫീസർ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തി. അല്ല, IAS ഓഫീസർ യാത്ര ചെയ്തിരുന്ന വണ്ടിയിടിച്ച് കൊലപ്പെടുത്തി. നമുക്കറിയാം, സിറാജ് പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന KM ബഷീറിനെ അടുത്ത കാലത്ത്, അതിൻ്റെ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ, IAS പരീക്ഷയിൽ റാങ്ക് നേടിയ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്ന മികച്ച ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മദ്യലഹരിയിൽ കാറോടിച്ചുവെന്ന് മ്യൂസിയത്തിൻ്റെ അടുത്ത് വെച്ച്, തിരുവനന്തപുരത്ത് വെച്ചിട്ട് KM ബഷീറിൻ്റെ ബൈക്കിൽ അർദ്ധരാത്രിയോടെ അതിന് തൊട്ടുമുമ്പ് ഇടിച്ച് ഓൺ ദ സ്പോട്ട് തൽക്ഷണം KM ബഷീർ മരണമടഞ്ഞ അതിദാരുണമായ സംഭവമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഉൾപ്പെട്ട ഈ കേസ്. ഈ കേസിൽ പിന്നെ KM ബഷീറിൻ്റെ മരണത്തെപ്പറ്റിയുള്ള പല അന്വേഷണങ്ങളും നടന്നു. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രീറാം വെങ്കിട്ടരാമൻ നടത്തിയ ചില നാടകങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. കേസ് കോടതിയാണ് അന്തിമ തീരുമാനം, വിധി പറയേണ്ടത്. കേസ് നടക്കുകയാണ്. അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറി ആസ് പെർ ദ നോംസ്. കേന്ദ്ര സർക്കാരിൻ്റെ സിവിൽ സർവീസ് നിയമപ്രകാരം ആ കേസിൻ്റെ വിചാരണ നടക്കുമ്പോഴും ഉദ്യോഗസ്ഥന് സർവീസിൽ തിരിച്ചു കയറാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം സർവീസിൽ തിരിച്ചു കയറി. അപ്പം ഇവിടെ ഒരു ചോദ്യം, ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്, ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയും, ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ. അത് ഗ്രീക്കിൽ ഉത്ഭവിച്ച, ഗ്രീക്കായിരുന്നല്ലോ പണ്ട്, ഗ്രീസായിരുന്നു ഏറ്റവും ജ്ഞാനത്തിൻ്റെ കേന്ദ്രം, ഭാരതം പോലെ തന്നെ അക്കാലത്ത്, പണ്ട് കാലത്ത്. അങ്ങനെയാണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് പ്രതിജ്ഞ പിന്നീട് മെഡിക്കൽ സയൻസിൽ സ്വീകരിക്കപ്പെട്ടത്. MBBS പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, മെഡിക്കൽ വിദ്യാർത്ഥികളും ഹൗസ് സർജൻസി ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആ ബിരുദദാന ചടങ്ങിനോടനുബന്ധിച്ചെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്, ഓത്താണ് ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറയുന്നത്.
ഇതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും ഹിപ്പോക്രാറ്റിക് ഓത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ ഫീൽഡിലേക്ക് കടക്കുകയാണ്. അതായത് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. ഈ പ്രൊഫഷൻ ഏത് ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടറുടെ കയ്യിലാണ് പലപ്പോഴും ഒരു രോഗിയുടെ ജീവൻ. ഫലപ്രദമായ കൊടുക്കേണ്ടുന്ന കൃത്യമായ ചികിത്സ കൊടുത്തില്ലെങ്കിൽ രോഗി മരിക്കാം. ഇനി മരിച്ചില്ലെങ്കിലും രോഗിക്ക് വേറെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് മെഡിക്കൽ കെയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയിൽ പറയുന്നത്, ഞാൻ വഴിവിട്ടോ ഇമ്മോറലായിട്ടോ എൻ്റെ അടുത്ത് വരുന്ന രോഗിക്ക് ദോഷകരമായിട്ടോ ഒന്നും ഞാൻ ചെയ്യില്ല, അഴിമതി നടത്തില്ല, കറപ്ഷൻ ചെയ്യില്ല, ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാൻ ഞാൻ ശ്രമിക്കും എന്നാണ് ഈ ഹിപ്പോക്രാറ്റിക് ഓത്തിൻ്റെ പൊതുവായ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീറാം വെങ്കട്ടരാമനെ കൂടെ ഞങ്ങൾ ഈ സ്റ്റോറിയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നത്. ശ്രീറാം വെങ്കട്ടരാമൻ IAS കിട്ടുന്നതിന് മുമ്പ്, റാങ്കോടുകൂടി ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. ഡോക്ടർ ശ്രീറാം വെങ്കട്ടരാമനാണ്. MBBS 5 വർഷം പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസ് എഴുതി IAS പരീക്ഷ പാസ്സായ ആളാണ് ശ്രീറാം വെങ്കട്ടരാമൻ. ആ വെങ്കട്ടരാമനാണ്, ശ്രീറാമാണ് ഇങ്ങനെ ഒരാളെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ആ കേസിലെ പ്രധാന പ്രതി. കൂടെ സഹയാത്രികയുണ്ടായിരുന്നു. ആ കേസ് നടക്കുന്നതിൻ്റെ കാര്യങ്ങൾക്ക് കോടതി തീരുമാനിക്കുന്നുണ്ട്. ഇവിടെ ഹിപ്പോക്രാറ്റിക് ഓത്തിന്റെ ആ ഒരു പ്രാധാന്യം അതുകൂടി ചേർത്ത് വെച്ചിട്ട് ഈ സ്റ്റോറി നമുക്ക് പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ, ഈ വീഡിയോ സ്റ്റോറി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം കൂടി എടുത്തിട്ടത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ നിലപാടുകൾ അത് കൃത്യമായിട്ട് ഞങ്ങൾ പറയും. ഞങ്ങൾ അന്ധമായിട്ട് ഓരോരുത്തരെയും ന്യായീകരിക്കാൻ ഞങ്ങളില്ല. പക്ഷെ ഒരാൾ ശരി ചെയ്താൽ ശരിയെന്നും അത് തെറ്റ് ചെയ്താൽ തെറ്റെന്നും പറയാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് തുടർന്നു കൊണ്ടേയിരിക്കും, ഒരു സംശയവും വേണ്ട. നമ്മുടെ ചില പ്രേക്ഷകരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം കമൻറ്റിൽ വന്നിട്ട്, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ പ്രേക്ഷകരാണ്. അവർ നല്ല കമൻറ്റുകൾ, നെഗറ്റീവോ പോസിറ്റീവോ ഇടട്ടെ, നല്ല കമൻറ്റുകൾ അവരിടട്ടെ, ഞങ്ങളെ നിശ്ചിതമായിട്ട് വിമർശിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിയിൽ ഒരു കമൻറ്റിൽ വന്നിട്ട്, നിങ്ങൾ ഇതെല്ലാം പറയുന്നില്ല, നിങ്ങൾ ആ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന കുട്ടിയെ അവിടെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് നിങ്ങൾ ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രേക്ഷകൻ നമ്മളോട് കമൻറ്റിൽ വന്ന് പറഞ്ഞു. അദ്ദേഹം, ആ മാന്യ പ്രേക്ഷകൻ, ആ കമൻ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ സ്റ്റോറി ചെയ്യണമെന്ന് തീരുമാനിച്ചവരാണ്, സത്യസന്ധമായിട്ട് പറയട്ടെ. പക്ഷേ ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇപ്പം ഈ മീഡിയ ഈ ഒരു ഹൈപ്പിൽ അത് കേട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റോറി ശരിയാവത്തില്ല. ഈ മീഡിയ ഹൈപ്പ് എന്താണെന്ന് നമുക്കറിയാം, മീഡിയയുടെ ഉദ്ദേശം എന്താണെന്നറിയാം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ UDFൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. അത് ഞങ്ങൾ കഴിഞ്ഞ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് എല്ലാ വിശദാംശങ്ങളും അറിഞ്ഞിട്ട് മാത്രം ഈ സ്റ്റോറി ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കമൻറ്റ് വന്നത്. വേറെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ എങ്ങും വെള്ളം ചേർത്തിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യമായിട്ട് പറയുക. ഞങ്ങൾ UDFനെ പരിഹസിക്കുന്നു, അവരുടെ കോൺഗ്രസിൻ്റെ സമരാഗ്നി ജാഥ എവിടെ എത്തിയെന്ന് ഞങ്ങൾ പറയുന്നു. സത്യമല്ലേ? മര്യാദയ്ക്ക് ജാഥ നടത്താൻ സാധിക്കാത്ത ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതെന്ത് പാർട്ടിയാണ്? അവരിൽ ജനങ്ങൾ എന്ന് പ്രതീക്ഷ വയ്ക്കണം. വിവാദങ്ങളും കോമാളിത്തരങ്ങളും മാത്രമായിട്ട്, അത് ഒരു കോമഡി ഷോയുമായിട്ടൊക്കെ ഒരു പ്രധാന പാർട്ടിയുടെ, കേരളത്തിലെ 2ാമത്തെ വലിയ പാർട്ടിയുടെ പദയാത്ര, ഈ സമരാഗ്നി ജാഥ അവസാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷകൾ എന്താണ്? പിന്നെ നമ്മളത് പറയും. ആര് ചെയ്താലും അതിനെ അങ്ങനെ കാണുക, പറയുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല.